ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിറ്റീവസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഓണപരീക്ഷയ്ക്ക് അടുത്തെത്താനായി ഇനി ഒട്ടും നമുക്ക് സമയമില്ല. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം പഠിച്ചിട്ട് വേണം നമുക്ക് ഓണപരീക്ഷയ്ക്ക് തകർക്കാനായിട്ട്. സോ ബോട്ടണിയും സുവോളജിയും ഫുൾ മാർക്ക് തന്നെ നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബോട്ടണിയിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നോക്കിക്കോ, ദ ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ ആൻജിയോസ്പേംസ് ഈസ് കോൾഡ്. ഇതുവരെ വന്നിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കോളെ, ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻ ഇൻ ആൻജിയോസ്പേംസ്, മൈക്രോസ്പോറോജെൻസിസ്, എംബ്രിയോജെൻസിസ്, മെഗാസ്പോറോജെൻസിസ്, ഗെമറ്റോജെൻസിസ്. ഈസി പീസി ആണ്. മൈക്രോസ്പോറോജെനസിസ് ആണ് ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻ ഇൻ ആൻജിയോസ്പേംസിന്റെ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്. ഇനി ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ അല്ലെ, ഈ തന്നിട്ടുള്ള ഫിഗർ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ചോദിക്കുന്നത് എന്താ? ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ എന്നാണ്. ഫിഗർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എഴുതാനാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി ഇൻ ദ ഫിഗർ. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താ? സൈഗോട്ട് ആണ്. ബി എന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള പ്രോസസ്സ് ഏതാണെന്നാണ് നമുക്കറിയാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് പ്ലാന്റിൽ നടക്കുന്നത് അല്ലേ. ആൻഡ് അതിൽ പാർട്ട് സി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എ എന്ന് പറയുന്നത് എന്താണ്? സിങ്കമി ഫ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷനിലെ ഒരു പ്രോസസ്സാണ് സിങ്കമി എന്ന് പറയുന്നത് അല്ലേ. ഇനി രണ്ടാമത്തേതോ, ഈ ഒരു സിങ്കമി എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഗമീറ്റിന്റെ കൂടെ തന്നെ എഗ് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ സിങ്കമി ഉണ്ടാകുന്നത്, സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തേത് എന്താണ്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഇസ് ഫോംഡ് ബൈ ട്രിപ്പിൾ ഫ്യൂഷൻ. ഇതേപോലെ തന്നെ ഒരു മെയിൽ ഗമീറ്റ് പ്ലസ് എന്താണ്? പോളാർ ന്യൂക്ലിയൈ അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് അവിടെ ഫോം ചെയ്യുന്നത്. ഈ രണ്ട് പ്രോസസ്സും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. ഇനി നോക്കിക്കേ, സിയിൽ എന്താണെന്നാണ് ചോദ്യം. സി എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇറ്റ് ഈസ് ദ പ്രൈമറി എൻഡോസ്പെർം സെൽ അല്ല. ഈ ഒരു പോളാർ ന്യൂക്ലിയൈ കാണുന്ന പ്രൈമറി എൻഡോസ്പെർം സെല്ലാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. അപ്പം ഡയഗ്രാം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കാം. അനലൈസ് ദ ടേബിൾ ഗിവൻ ബിലോ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോക്ക് ഓഫ് ദി ഒവ്യൂൾ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് ദി ഒവ്യൂളിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഫ്യൂണിക്കൽ എന്നാണ്. ഒവ്യൂളിന്റെ സ്റ്റോക്കിനെ ഫ്യൂണിക്കൽ എന്നാണ് പറയുക. ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് സെൽസ് inner to the integuments. ഒവ്യൂളിലെ ഇൻറ്റഗ്യുമെന്റ്സിന്റെ ഉള്ളിലായിട്ടൊരു മാസ് ഓഫ് സെൽസിനെ നമുക്ക് കാണാൻ പറ്റും. അതാണ് എന്താ? നമ്മുടെ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ദി ഒവ്യൂൾ. ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടൊരു പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? യെസ്, അത് നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻറ്റഗ്യുമെന്റ്സ് ആണ്. ഔട്ടർ ഇൻറ്റഗ്യുമെന്റും ഇന്നർ ഇൻറ്റഗ്യുമെന്റും നമുക്ക് കാണാം. ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കൽ. ഒവ്യൂളിനെ ഫ്യൂണിക്കലെയും അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പറയുന്നത് ഹൈലം എന്നുമാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ടും ഇതുപോലെ മാച്ച് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ പുതിയ പാറ്റേൺ പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സാധാരണയായിട്ടല്ല കാണാപ്പാഠം പഠിച്ചൊന്നും എഴുതാൻ നമുക്ക് പറ്റത്തില്ല. കോൺസെപ്റ്റ് വൈസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴത്തെ വരാറുണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. From the following, select the two having haploid chromosome number. ഈ തന്നിട്ടുള്ളത് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ഉള്ളത് ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന് നമ്മുടെ എഗ് അല്ലേ, എഗ് ഹാപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെയോ പോളൻ ഗ്രെയിനും ഹാപ്ലോയിഡ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആൻഡ് ഡി ആണ്. ഫ്രൂട്ട് വിച്ച് ഡെവലപ്പ് ഫ്രം എനി പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി. ഓവറി ആണ് ശരിക്കും എന്താവേണ്ടത്? ട്രൂ ഫ്രൂട്ട് ആയിട്ട് ഫോം ചെയ്യുന്നത്. പക്ഷെ അതർ ദാൻ ഓവറി, ഈവൻ തൂ ഇപ്പം തലാമസ് ഒക്കെയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഫാൾസ് ഫ്രൂട്ട് എന്നാണ്. ഫാൾസ് ഫ്രൂട്ട്. ഓക്കെ, ഫാൾസ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ റെസിജ്വൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇസ് കോൾഡ്. ന്യൂസെല്ലസ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ ഇത് ഏതാണെന്നാണ് ചോദ്യം. അതാരാണ്? നമ്മുടെ സ്ക്യൂട്ടെല്ലം ആണ്. പെരിസ്പേം ആണ് അല്ലെ. ന്യൂസെല്ലസ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? പെരിസ്പേം എന്നാണ് വരേണ്ടത്. പെപ്പർ, ബ്ലാക്ക് പെപ്പറിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു പെരിസ്പേം ആണ്. ഇന്നർ മോസ്റ്റ് വേൾഡ് ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ഏതാ? ടപ്പീറ്റം ആണ് വരുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ടു ഫീച്ചേഴ്സ് ഓഫ് ദ ടപ്പീറ്റൽ സെൽസും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. വളർന്നു വരുന്ന പോളൻ ഗ്രെയിൻസിന് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്
ആരാ? അത് നമ്മുടെ ടെപ്പീറ്റം സെൽസ് ആണ്. ആൻഡ് ഇതിന് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട് ആൻഡ് ദേ ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനേക്കാൾ കൂടുതൽ നമുക്കിവിടെ കാണാനും പറ്റും. Double fertilization is a characteristic features of angiosperm. Which are the events in double fertilization? Already നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് സിങ്കമിയും ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷനുമാണ്. Then name the triploid nucleus formed as a result of double fertilization. ഡബിൾ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടായ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഏതാണെന്നാണ് ചോദ്യം. അതേതാ? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ്. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ്. റൈറ്റ് 4 പെക്യുലാരിറ്റീസ് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. എന്തായാലും ഇതിപ്പോൾ കാണാപ്പാഠം പഠിച്ച രീതിയിലല്ല, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക. നേരെ നിങ്ങൾക്ക് അസേർഷൻ റീസൺ തരും. ഇപ്പോൾ ചിലപ്പോൾ അസേർഷൻ തന്നിട്ടുണ്ട്, ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഹാവ് എ ലാർജ് കളർഫുൾ ഫ്രാഗ്മെന്റ് ഫ്ലവർ എന്ന് പറയും. അതിൻ്റെ റീസൺ ആയിട്ട് പറയും അട്രാക്ട് ദി ഇൻസെക്ട് എന്നും പറയും. അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ലാർജ് ആൻഡ് കളർഫുൾ ആവാനുള്ള കാരണം? അതിൻ്റെ റീസൺ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, ടു അട്രാക്ട് ഇൻസെക്ട്സ്. എന്നാലേ അവിടെ പോളിനേഷൻ നടക്കൂ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഒരു അസേർഷനും ഒരു റീസണും തന്നാൽ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, റീസൺ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഈ വരുന്ന ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഒരു പാറ്റേൺ അല്ല ഈ വർഷം വരുന്നത്, കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് ആ ഒരു മോട്ടീവ് വെച്ച് തന്നെ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിക്കണം. അപ്പം ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞ അസേർഷൻ റീസൺ അതുപോലെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഓർത്ത് വെക്കണം, ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ എന്തുകൊണ്ടാണ് ലാർജ് ആൻഡ് കളർഫുൾ ഫ്രാഗ്മെന്റ് ആയിട്ട് റിച്ച് നെക്ടർ ഒക്കെ ഉള്ളത്? ടു അട്രാക്ട് ഇൻസെക്ട്സ് ആണ്. അതുപോലെ സ്മോൾ ഫ്ലവേഴ്സ് ആയിട്ട് ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തിന്? ഇൻഫ്ലോറസൻസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് വളരെ സ്റ്റിക്കി ആയിട്ടും കൊടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ കോൺസെപ്റ്റ് നല്ലോണം നമ്മുടെ ബുദ്ധി നല്ലോണം പ്രയോഗിച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. Then outer layer of pollen grain is made up of sporopollen. What is the importance of sporopollen? ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്നും വരും കേട്ടോ. ഔട്ടർ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്പോറോപോളനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ നോൺ. എന്തുകൊണ്ടാണ് സ്പോറോപോളനിൻ റെസിസ്റ്റന്റ് ആവാനുള്ള കാരണം? അത്രയും കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ഈ സ്പോറോപോളൻ. അതുകൊണ്ട് തന്നെ അതിന് ഹൈ ടെമ്പറേച്ചർ, എൻസൈം, സ്ട്രോങ് ആസിഡ്, ആൽക്കലീൻ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഒരു എൻസൈമിനും ആരെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, സ്പോറോപോളനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഫോസിലായിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സുകൾ മനസ്സിൽ വേണം. എന്തിനെക്കുറിച്ചാണ്, എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. Write any 4 devices to discourage self-pollination and to encourage cross-pollination. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരുമ്പോൾ ഇപ്പോഴും കൺഫ്യൂഷനുള്ള കുറേ മക്കളുണ്ട്. മിസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മിസ് പറയുന്നത്, ശ്രദ്ധിക്കണേ. ഇത്തരത്തിൽ 4 devices to discourage self-pollination. അതായത് പ്ലാന്റ്സ് തന്നെ എന്ത് ചെയ്യാണ്, അവരുടെ സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്ത് വേരിയേഷൻ കൊണ്ടുവരാൻ വേണ്ടി ക്രോസ് പോളിനേഷനെ ഇൻഡ്യൂസ് ചെയ്യാണ്. അപ്പം ചില പ്ലാന്റ്സ് സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ എന്തൊക്കെ മെക്കാനിസംസ് ആണ് ചെയ്യുന്നത്, അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഡിവൈസസ് ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഇൻബ്രീഡിംഗ് ഡിവൈസസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഒന്നാമത്തേത് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. ഇവിടെ ശ്രദ്ധിക്കണം, പോളൻ ഉണ്ടായി അതേസമയം എന്തായി? സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി. ഈ സ്റ്റിഗ്മ റിസപ്റ്റീവ് അല്ല. ഈ പ്ലാന്റിന്റെ പോളൻ ഗ്രെയിന് ഇവിടെ എന്ത് ചെയ്തു? പോളൻ റിലീസായി. പക്ഷെ ഇതിന്റെ സ്റ്റിഗ്മ എന്തായിട്ടില്ല? റിസപ്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് വന്ന് വീണാലും ആ സ്റ്റിഗ്മ ആ പോളൻ ഗ്രെയിനെ പോളൻ ജെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പം സ്റ്റിഗ്മ റെഡിയല്ല, പോളൻ റെഡിയാണ്. അല്ലെങ്കിൽ പോളൻ റെഡിയല്ല, സ്റ്റിഗ്മ റെഡിയാണ്. ഇങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ മെച്ചുറൈസേഷൻ അവർ പ്രോപ്പർ സിങ്ക്രണൈസ്ഡ് അല്ലെങ്കിൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല. അത് എന്താണ്? ഒരു ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ആണ്. രണ്ടാമത്തെ നോക്കുക, ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ. ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പോളൻ ഗ്രെയിൻസിന് നേരെ ഇതിലേക്ക് വീഴാം അല്ലേ. ഇനി നേരെ മറിച്ച് നിങ്ങൾ നോക്കുക, സ്റ്റിഗ്മ ഇത്രയും പൊക്കത്തിലാണ് ഇരിക്കുന്നത്, ആന്തർ എന്ന് പറയുന്നത് ഇത്രയും താഴെയുമാണെങ്കിൽ ഇതിന്റെ പോളൻ ഗ്രെയിൻ എത്ര കാറ്റടിച്ചാലും ഈ സ്റ്റിഗ്മയുടെ മണ്ടയിലെത്തില്ല. അപ്പം രണ്ടുപേരുടെ പൊസിഷൻ ഡിഫറൻസും സെൽഫ് പോളിനേഷൻ നടക്കാൻ സമ്മതിക്കാതിരിക്കുന്നു. മൂന്നാമത്തേത് സെൽഫ് ഇൻകോമ്പീറ്റബിലിറ്റി പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ. ഇത് ഓൾറെഡി എന്താണ്? സെൽഫ് പോളിനേഷൻ നടക്കുന്നില്ല, ക്രോസ് പോളിനേഷനെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പം യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ സ്റ്റാബിനോയിഡ് ഫ്ലവേഴ്സും ഉണ്ട്, പെസ്റ്റിലോയിഡ് ഫ്ലവേഴ്സും ഉണ്ട്. സ്റ്റേമൻ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണായിട്ടുള്ള ഫ്ലവർ. പപ്പായ, ജാതിക്കൊക്കെ എന്തിനാണ്? അവിടെ ആൺ ചെടി അല്ലെങ്കിൽ മെയിൽ പ്ലാന്റ് വേറെ ഫ്ലവർ ആയിട്ടാണ്, ഫീമെയിൽ പ്ലാന്റ് വേറെ സ്ഥലത്തായിട്ടാണുള്ളത്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല?
ഒന്നിച്ച് സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് കിട്ടുന്നില്ല. അപ്പം ഇതൊക്കെ സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന 3 ഫീച്ചേഴ്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? ഇനി ബനാന ഇസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. വാട്ട് ആർ ദ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? ഹൗ ക്യാൻ ബി പാർത്തനോകാർപ്പി ഇൻഡ്യൂസ്ഡ്? ഇതിപ്പോൾ നേരെ തിരിച്ച് വേറെ രീതിയിലും ചോദിക്കാം. പാർത്തനോകാർപ്പി ഇന്ന് അഗ്രികൾച്ചർ ടെക്നിക്സിൽ അല്ലെങ്കിൽ മോഡേൺ അഗ്രികൾച്ചറിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നു എന്നും. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫെർട്ടിലൈസേഷൻ നടത്താതെ ഫ്രൂട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഹോർമോൺസ് കെമിക്കൽസ് ഒക്കെ വെച്ച്. അതുകൊണ്ട് നമുക്ക് സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ്, വാട്ടർ മെലൻസ് ഒക്കെ ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്ത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അത് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാമേഴ്സിന് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ഒന്നാണ് എന്താ, നമ്മുടെ ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന അപ്പോമിക്സിസ് ഒക്കെ. സോ banana is the fruit developed without fertilization. Parthenocarpy can be induced through application of growth hormone. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്ത് നമുക്ക് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് അഗ്രികൾച്ചർ ഫീൽഡിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓഫ് ഒവ്യൂൾ ആൻഡ് ലേബിൾ ദ പാർട്സ്. പുതിയ പാറ്റേണിലും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, പക്ഷെ മാറി മറിഞ്ഞൊക്കെയാണ് ചോദ്യം വരിക. അതുകൊണ്ട് ഭാഗം നല്ലോണം മനസ്സിലാക്കി വെക്കണം. ഇതാണ് നമ്മുടെ മൈക്രോ പൈലാറെൻഡ്, ഇത് ചലാസലൻ്റ് ആണ്. മൈക്രോ പൈലാറെൻഡിലെ ഈ ഒരു സ്റ്റോക്കാണ് ഫ്യൂണിക്കൽ എന്ന് നമ്മൾ പറയുന്നത്. ഫ്യൂണിക്കൽ എന്ന് നമ്മൾ പറയുന്നത് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ഹൈലമാണ്. ബി എന്ന് പറയുന്നതാണ് മൈക്രോപൈൽ. ഡി എന്ന് പറയുന്നത് ചലാസൽ പോളാണ്. ദെൻ സി എന്ന് പറയുന്നത് എന്താണ്, എംബ്രിയോസാക്ക്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതുപോലെ ഡയഗ്രാം തന്നാൽ ലേബൽ ചെയ്യാൻ പഠിക്കണം. എല്ലാ ചിത്രങ്ങളും നിങ്ങളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് കൂടുതൽ ഫിഗേഴ്സ് വരുന്നത്. അതെല്ലാം മസ്റ്റായിട്ട് തന്നെ പഠിക്കുക. കൂടാതെ ബയോടെക്നോളജിയിലേക്ക് വരുമ്പോഴും അവിടെ നമുക്ക് കുറേ ഫിഗേഴ്സ് ഉണ്ട്, അതും നോട്ട് ചെയ്ത് തന്നെ പോകണം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ലേബൽ എ, ബി, സി ആൻഡ് ഡി. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്? ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി, ഡി ഉണ്ട്. എ എന്ന് പറയുന്നത് ആൻറ്റിപോഡൽസ് ആണ്, ആൻറ്റിപോഡൽസ്. ബി എന്ന് പറയുന്നത് പോളാർ ന്യൂക്ലൈ. ദെൻ ഡി എന്ന് പറയുന്നത് എഗ് സെല്ലാണ്. സി എന്ന് പറയുന്നത് സിനോജിറ്റ്സുമാണ്. ഇനി എ ബി സി ഡി നമ്മൾ ലേബൽ ചെയ്തു. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്? ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ഫിലിഫോം അപ്പാരറ്റസ് കുറച്ച് സർട്ടൈൻ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസ് റിലീസ് ചെയ്യുന്ന വഴി ആ കെമിക്കൽസ് ആണ് നമ്മുടെ പോളൻ ട്യൂബിനെ ജേർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ നിന്നും സ്റ്റൈല് വഴി ഒവ്യൂളിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. സോ ഫിലിഫോം അപ്പാരറ്റസ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദി സിനാജൻ. സിനാജനിലേക്ക് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യാൻ വലിയൊരു റോള് വഹിക്കുന്ന ആളാണ് എന്ത്, ഫിലിഫോം അപ്പാരറ്റസ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നെയിം ദ പ്രോസസ്. നോക്കുക, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എംബ്രിയോ ജെനസിസ് ആണ്, എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ആദ്യത്തേത് എന്താണ്, പ്രോ എംബ്രിയോ. രണ്ടാമത്തേത് ഗ്ലോബുലാർ എംബ്രിയോ. ദെൻ ഹാർട്ട് ഷേപ്ഡ് ആൻഡ് മെച്വർ എംബ്രിയോ. മൈക്രോസ്പൊറാഞ്ചിയം is surrounded by 4 layers. Name the 4 wall layer. Write the function of this layers. അപ്പം മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയത്തിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാം, വോൾസ് കാണാമല്ലോ. യെസ്, എപ്പിഡെർമിസ് ഉണ്ട്, ഔട്ടർ മോസ്റ്റ് ലെയർ. എൻഡോത്തീഷ്യം ഉണ്ട്, അത് കഴിഞ്ഞാൽ മിഡിൽ ലെയർ ഉണ്ട്, ടപ്പീറ്റവും ഉണ്ട്. ദെൻ 4 വോൾ ലെയർ പറഞ്ഞു, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ. ഇതിൽ എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ ഡെഹിസൻസിന്, പോളൻ ഗ്രെയിൻസിനെ പൊട്ടി പുറത്തേക്ക് വിടാനുള്ള ഡെഹൈസസിനെ സഹായിക്കുന്നതും കൂടിയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ടപ്പീറ്റമോ നറിഷസ് ദി പോളൻ ഗ്രെയിൻസ്. ഇത് പ്രാക്ടിക്കൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ക്വസ്റ്റ്യൻസ് ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഏത്? അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മിസ് തരികയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തുള്ളത്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള, ചാപ്റ്റർ ഏതാണ് വേണ്ടതെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോസ് മിസ് വൈകാതെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം സീ യു സൂൺ മക്കളെ, ബൈ.